ഓരോ ഡിപ്പോയുടെയും അഴിമതികളെ കുറിച്ച് എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള ഒരു പരിപാടി. അതിലേക്ക് വിവിധ ഡിപ്പോകളുടെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഗുരുവായൂർ പറഞ്ഞിരുന്നു, മൂന്നാർ പറഞ്ഞിരുന്നു. ഇപ്പോൾ പാലക്കാട് ഡിപ്പോയെ കുറിച്ചുള്ള കാര്യം പറയുമ്പോൾ ഒരു പ്രമുഖ മലയാളം ചാനലിൽ അത് സംബന്ധിച്ചുള്ള വിശദമായ വാർത്ത തന്നെ വന്നിട്ടുണ്ട്. അഴിമതി തുടച്ചു തീർക്കുമെന്ന് മന്ത്രി വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുമ്പോഴും മന്ത്രിയെ വിഡ്ഢിയാക്കിക്കൊണ്ട്, ഇല്ലെങ്കിൽ മന്ത്രിയെ കബളിപ്പിച്ചുകൊണ്ട്, എം ഡിയെ കബളിപ്പിച്ചുകൊണ്ട് കുറേയധികം ആളുകൾ ഈ കത്തുന്ന പുരയിൽ നിന്നും കഴുക്കോൽ ഊരിയെടുക്കുന്നു എന്നുള്ള കാര്യമാണ് മറന്നു പോകാതിരിക്കേണ്ടത്. പാലക്കാട് ഡിപ്പോയിൽ ഡീസൽ നിറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് പാലക്കാട് ഡിപ്പോയുടെ അധികാരം കൈയാളുന്നത് പ്രധാനപ്പെട്ട സുനിൽ കുമാർ എന്ന് പറയുന്ന വ്യക്തിയും കൺട്രോളിംഗ് ഇൻസ്പെക്ടർ ജനറൽ എന്ന് പറയപ്പെടുന്ന ഒരു മാന്യദേഹം സഞ്ജീവൻ എന്ന് പറയുന്ന ഒരുത്തനും കൂടിയാണ്. ഇവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് പമ്പിൽ നിന്നും ഡീസൽ അടിക്കാൻ, സ്വകാര്യ പമ്പിൽ നിന്നും ഡീസൽ അടിക്കുകയാണ്. പാലക്കാട് നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പാലക്കാട് ഉണ്ടായിരുന്ന പമ്പ്, KSRTC ഉണ്ടായിരുന്ന പമ്പ് അവിടെ നിന്ന് മാറ്റുകയും അതിനുശേഷം ഈ പമ്പ് പുനഃസ്ഥാപിച്ച് യാത്രാ ഫ്യൂവൽസിന് സ്ഥലം കൊടുത്തുകൊണ്ട് ഈ KSRTCക്കും പൊതുജനങ്ങൾക്കും അടിക്കുവാനുള്ള പമ്പ് പാലക്കാട് നിർമ്മിക്കുവാനുള്ള നീക്കങ്ങളെ സ്ഥലമില്ല എന്ന കാരണത്താൽ ഉപേക്ഷിക്കപ്പെടുക. അപ്പോഴാണ് ഈ വാർത്ത വരുന്നത്. അപ്പൊ ഈ വാർത്ത KSRTCക്കുള്ളിൽ തന്നെ അവിടെ വാഹനം ഓടിക്കുന്ന ജീവനക്കാർ പലപ്പോഴും അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. ഈ അതിക്രൂരന്മാരായ രണ്ട് ഉദ്യോഗസ്ഥന്മാരെ ഭയന്നുകൊണ്ട് ഇവർ ഈ വിവരം പുറത്തു പറയാൻ ഭയക്കുന്നു എന്നുള്ളതാണ്. ഇത് അറിയാൻ താമസിച്ചു. ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ 10,000 രൂപ ഡെയിലി ഈ KSRTCയിലെ ഉദ്യോഗസ്ഥന്മാർ, ഉന്നത ഉദ്യോഗസ്ഥന്മാർ കക്കുന്നു എന്നുള്ളതാണ്. സ്വകാര്യ പമ്പിലേക്ക് ഡീസൽ അടിക്കുവാൻ വേണ്ടി കരാർ ഏൽപ്പിച്ചുകൊണ്ട് അത് കമ്മീഷൻ കൈപ്പറ്റിക്കൊണ്ട് KSRTCക്ക് നഷ്ടം വരുത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് പറയുന്ന തിരുവനന്തപുരം പാലക്കാട് മിന്നൽ സർവീസ്, ആ മിന്നൽ സർവീസ് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുമ്പോൾ തിരുവനന്തപുരത്തെ പമ്പിൽ നിന്ന് ഡീസൽ അടിക്കാം. അത് കടന്നു വരുന്ന വഴിക്ക് എറണാകുളത്ത് വൈറ്റില വഴിയാണ് പോകുന്നത് കൂട്ടിക്കോ. പക്ഷേ തൃശ്ശൂർ സ്റ്റാൻഡിൽ ഈ വണ്ടി എത്തുന്നുണ്ട്. തൃശ്ശൂർ KSRTCയുടെ പമ്പുണ്ട്. അവിടെ KSRTCയുടെ പമ്പിൽ നിന്ന് യാത്രാ ഫ്യൂവൽസിൽ നിന്ന് അടിക്കാം. ഇനി വടക്കഞ്ചേരിയിൽ പമ്പുണ്ട്, വടക്കഞ്ചേരിയിൽ നിന്ന് അടിക്കാം. ഈ കടന്നു പോകുന്ന വണ്ടികൾ പാലക്കാട് ഡിപ്പോയിൽ നിന്ന് അപ്പുറത്തേക്ക് മാറിയാൽ ഏത് സ്ഥലത്തും അടിക്കാം. അവിടെ ഇന്റർസ്റ്റേറ്റ് ഓടുന്ന വണ്ടികൾക്ക് മാത്രമാണ്, ഇല്ലെങ്കിൽ അവിടെ ലോക്കൽ ഓടുന്ന വണ്ടികൾക്ക് മാത്രമാണ് ഈ പറഞ്ഞിട്ടുള്ള പ്രശ്നമുള്ളത്. ഏതായാലും പാലക്കാട് ഡിപ്പോയിലെ ഈ സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. KSRTCയിലെ വിജിലൻസ് അല്ല കേട്ടോ. KSRTCയിലെ വിജിലൻസ് അന്വേഷിച്ചാൽ ഇതുവരെ ഒരു കേസും അവിടെ തെളിഞ്ഞിട്ടില്ല. അപ്പോൾ പാലക്കാട് ഡിപ്പോയിൽ ഇതിപ്പോ ഇത് ദൃശ്യമാധ്യമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് വന്നിട്ട് പോലും മന്ത്രി ഇതേക്കുറിച്ച് മിണ്ടിയിട്ടില്ല. അപ്പോൾ കാര്യം പറഞ്ഞാൽ ജീവനക്കാരെങ്കിലും വിക്സ് പൊട്ടായി കഴിച്ചിട്ടോ അല്ലെങ്കിൽ ഹോമിയോ ഗുളി കഴിച്ചിട്ട് ഊതി ഒരു പോയിന്റെ പിടിച്ച് സസ്പെൻഡ് ചെയ്ത ആ കാര്യം പറയാൻ പത്രസമ്മേളനം വിളിക്കുന്ന ആളാണ്. ഏതായാലും കോടിക്കണക്കിന് രൂപയുടെ അഴിമതി എന്ന ആ വാർത്തയിൽ തന്നെ പറയുന്ന ജീവനക്കാർ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന പാലക്കാട് ഉൾപ്പെടുന്ന ജനറൽ കൺട്രോളിംഗ് ഉൾപ്പെടുന്ന ATO ഉൾപ്പെടുന്ന ഈ അഴിമതിയെക്കുറിച്ച് വിശദമായി അന്വേഷിക്കണമെന്നാണ് വെൽഫെയർ അസോസിയേഷൻ ആവശ്യപ്പെടുന്നത്. ഇത്തരക്കാരെ ഈ സ്ഥാപനത്തിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ അഴിമതി കണ്ടുപിടിക്കട്ടെ. തന്നെയുമല്ല, അവിടെ ജനറൽ കൺട്രോളിംഗ് എന്ന് പറയുന്ന വ്യക്തി അവിടെ ഒരു വനിതാ ജീവനക്കാരിയോട് വളരെ മോശപരമായി പെരുമാറി. ആ സ്ത്രീ അവിടെ തലകറങ്ങി വീണു. 5 മിനിറ്റ് നേരത്തെ വണ്ടി പിടിച്ചെന്നോ മറ്റുള്ള കേസാണ്. അയാൾ സ്ഥിരമായി അയാളുടെ ട്രേഡ് യൂണിയൻ, അതായത് ഭരണകക്ഷി ട്രേഡ് യൂണിയന്റെ ഒരു പിണിയാളായി പ്രവർത്തിക്കുന്ന ഒരുത്തൻ വർഷങ്ങളായി അവിടെ ജനറൽ കൺട്രോളിംഗ് എന്ന് പറയുന്ന ഇല്ലാത്ത തസ്തികയിൽ ഇരിക്കുകയാണ്. ആ തസ്തികയിൽ ഇരുന്നുകൊണ്ട് അയാളുടെ ഈ ഭരണകക്ഷി യൂണിയനിൽ, ട്രേഡ് യൂണിയനിൽ മെമ്പർഷിപ്പ് എടുത്ത് മാസവരി നൽകാത്ത മുഴുവൻ ആളുകളെയും പീഡിപ്പിക്കുകയും പുച്ഛത്തോടു കൂടി പെരുമാറുകയും ചെയ്യുന്നു. അവിടെ ആ വനിതാ ജീവനക്കാരി പരാതി കൊടുത്തു, ഒരു നടപടിയുമില്ല. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അവിടെ പാലക്കാട്ടെ ഈ പറയുന്ന ഭരണകക്ഷി യൂണിയൻ നേതാക്കളുമായി അവിടുത്തെ രാഷ്ട്രീയ യൂണിയൻ നേതാക്കളുടെ പിൻബലത്തിൽ ആ കേസ് അവിടെ അന്വേഷണമില്ലാതെ തടഞ്ഞു നിർത്തുവാൻ ഇയാൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ ജനറൽ കൺട്രോളിംഗ് എന്ന് പറയുന്ന ഈ പറയുന്ന അഴിമതിക്ക് കൂട്ടു നിൽക്കുന്ന അഴിമതിക്കാരനായ വ്യക്തി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞ അഴിമതിയിൽ ജനറൽ കൺട്രോളിംഗ് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം KSRTC വിജിലൻസ് ഇതുവരെ അറിഞ്ഞിട്ടുണ്ടോ? ഈ വാർത്ത ഒരു കേരളത്തിലെ ഏറ്റവും പ്രമുഖ ഒരു ദൃശ്യമാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. എന്ത് അന്വേഷണമാണ് KSRTC എടുത്തിട്ടുള്ളത്? ആരെ രക്ഷിക്കാനാണ് ഇത് മൂടി വെക്കുന്നത്? അപ്പൊ ആ ഡിപ്പോയുടെ ചുമതലയുള്ള ഈ 2 വ്യക്തികൾ, പ്രധാനപ്പെട്ട ഈ 3 വ്യക്തികൾക്ക് ഇതിനകത്ത് എന്താണ് ഉത്തരവാദിത്തം? ഇവർ ഈ അഴിമതിയിൽ പെട്ടിട്ടുണ്ടോ? അപ്പൊ അതിലൊരു വ്യക്തിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അയാൾ ജീവനക്കാരോട് വളരെ മോശമായിട്ട് പെരുമാറുന്നത്. ആ പരാതി ഇത് സംബന്ധിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. ആ പരാതിക്ക് നടപടി സ്വീകരിച്ചിട്ടില്ല. അയാളുടെ യൂണിയനിൽ ചേർന്നില്ല എന്ന് പറഞ്ഞാൽ അയാൾ ആ എല്ലാ ജീവനക്കാരോടും അതീവ ഹിറ്റ്ലറെ പോലെയാണ് പെരുമാറുന്നതെന്നാണ് ജീവനക്കാർ അവിടെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പാലക്കാട് ഡിപ്പോ അറിയപ്പെടുന്ന അഴിമതിയുടെ തലസ്ഥാനമായി
KSRTC-യിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ വിവരം പുറത്ത് വളരെ വൈകിയാണ് അറിയുന്നത്. അഴിമതിക്കെതിരെ ശക്തമായി നടപടി സ്വീകരിക്കുമെന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മന്ത്രി ഈ കാര്യത്തിൽ വേണ്ട നിയമ നടപടി സ്വീകരിക്കുവാൻ വേണ്ടി തയ്യാറാകും. പോലീസ് വിജിലൻസിനെ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിക്കാൻ തയ്യാറാകുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം പാലക്കാട് ഞങ്ങളുടെ KSRTC സ്ക്വാഡ് ഉണ്ട് കേട്ടോ. ഭയങ്കര കേസാണ്. സ്ക്വാഡ് എന്നൊക്കെ SSQ എന്നൊക്കെ കേൾക്കുമ്പോൾ ഞടുകരുത്. അത് പേരൊക്കെ ഭയങ്കര ഗംഭീരമാണ്. ഇൻട്രോ ഒക്കെ ഭയങ്കര ഗംഭീരമാണ്. വരുന്നത് മറ്റേ കോട്ടയം കുഞ്ഞച്ചനകത്ത് മറ്റേ പുള്ളി വരുന്ന പോലെയാണ്. അപ്പൊ അവിടെ ഒരു ഡ്രൈവർ കം കണ്ടക്ടറായിട്ട് പോയൊരു വ്യക്തിയുടെ കയ്യിൽ ബാഗിൽ 200 രൂപ കൂടുതലുണ്ട്. അതിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ കൊണ്ടുവന്ന് അത് പിടിച്ച് പോലീസ് കേസാക്കിയ മകാന്മാരാണ് പാലക്കാട് SSQ-ലുള്ളത്. മണ്ണാർക്കാട് നിന്ന് വിളിച്ചത്. അപ്പോ ഈ ലക്ഷക്കണക്കിന് രൂപയുടെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഈ 3-4 കൊല്ലമായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം എന്താണ് മൂക്കിന് താഴെ നടന്നിട്ട് പാലക്കാട് വിജിലൻസ് സ്ക്വാഡ് അറിയാതിരുന്നത്? ഇതിൽ ആർക്കൊക്കെ പങ്കുണ്ട്, ആരൊക്കെ ഈ അഴിമതിക്ക് നിന്നിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായി കണ്ടുപിടിക്കുകയും കുറ്റക്കാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് വെൽഫെയർ അസോസിയേഷൻ KSRTC മാനേജ്മെന്റിനോടും ബഹുമാനപ്പെട്ട മന്ത്രിയോടും പറയുവാനുള്ളത്. നന്ദി. Thank you.